എല്ലാവരും സ്വാറായോ ഉറങ്ങിയോ നല്ല സംഭവങ്ങളൊക്കെയാണ്. പിന്നെന്താ പറയാൻ വേണ്ടി ഒരു കാര്യം വേണ്ടി വന്നതാണ്. അതാണ് പറഞ്ഞ് മീറ്റർ ഔട്ടോ കുറേ പ്രശ്നങ്ങളുണ്ട്. പറയാൻ കുറേ കഥകളുണ്ട്. കഥകളൊന്നും കേൾക്കുന്നു വേണം കേട്ടോ. വേസ്റ്റാ. എനിക്കാരും ലൈക്ക് തരുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യുന്നു വേണ്ട ആരും. ഞാൻ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയക്ക് വരാൻ വേണ്ടിയിട്ട് താല്പര്യം കൊണ്ട് പറയാൻ കാണുന്നല്ല, വിഷമം കൊണ്ട് പറയണ്ട. സ്വയം നമുക്ക് സെൽഫ് ഇറിറ്റേഷൻ അടിക്കില്ലേ, അപ്പം ഉള്ളൊരു ചെറുതായിട്ടുള്ളൊരു ഇതാണ്. അല്ലാണ്ട് എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലന്മാരെ പോലെ കാണിക്കുക. വില്ലന്മാരെല്ലാം മീൻസ് അത്ര സെറ്റപ്പിൽ ഇവിടെയൊക്കെ കളിക്കാൻ പറ്റും, കാണിച്ചു തരാനും പറ്റും. അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ. ഇപ്പം എന്ത് കാണിക്കണം, എന്താ കാണണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിലലിപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്ത് കാണിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വേർച്ച കൂട്ടി ചാടണം. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് ആൾക്കാരെ കാണിക്കണം? ആളുകളെ കാണിച്ചിട്ട് നമ്മുടെ ആയുസ്സും കൂടി കമ്മിയാക്കണം. നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാം. നമുക്ക് ഒന്നാമതില്ല എല്ലാവരും സ്വയം പൊക്കികളാണ്. ഈ സ്വയം പൊങ്ങുന്നതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇല്ലായ്മ എന്നാണ്. അവനെ ഉള്ള സമയത്ത് കാണിക്കാനുള്ള ഒരു ആഗ്രഹങ്ങളാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ഇല്ലാത്ത ആളുകൾ. അപ്പോൾ നമ്മൾ എങ്ങനെ വിചാരിക്കും? ഇതിപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു 1000 രൂപ ചിലവാക്കുന്ന സ്ഥലത്ത് നല്ലൊരു സമ്പന്നകാരൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു പൊങ്ങച്ചിയും കൂടി ആണെങ്കിൽ 1000 രൂപ ചിലവാക്കുന്ന ആ സ്ഥലത്ത് അവൻ 20,000 രൂപ ചിലവാക്കും. ഈ 20,000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അവൻ എന്താണ് അവിടെ നിന്ന് കിട്ടുക? അവൻ്റെ 20,000 പോയി കിട്ടി. അല്ലാണ്ട് അവനവിടെ നിന്ന് ആരും വില വയ്ക്കുന്നില്ല. എന്ത് വില വയ്ക്കും? അവൻ്റെ 20,000 പോയി കിട്ടി, അത്രേ ഉള്ളൂ. പൈസയും കൊണ്ട് കളിക്കുമ്പോൾ നോക്കിയും കൊണ്ട് കളിച്ചോളി എല്ലാവരും. പണം നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു സാധനം ഒന്നല്ല. ഒക്കെ ചിലപ്പോൾ കയ്യിൽ വരും പോവും. നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് അറിയോ? എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അസുഖങ്ങളുണ്ടാവും. ഇപ്പം എന്താണ് മുകേഷ് അംബാനീൻ്റെ മോനില്ലേ, അവന് അധികം ആയുസില്ല. ഞങ്ങൾ അവൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ എടുത്ത് നോക്കി നോക്കുക, ഞങ്ങൾക്ക് എന്തൊക്കെ അസുഖമുണ്ട്